അപ്പോൾ നമ്മുടെ മെയിൻ സാധനം മിക്സിയിലെടുത്തിട്ടുണ്ട്. പിന്നെ കിട്ടിയതൊക്കെ പെറുക്കി കുട്ടി ഞാൻ ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ, ക്രോഷ്യ നീഡിൽ, നെയിൽ കട്ടർ, കമ്പി, കത്രിക എല്ലാ സാധനങ്ങളും എടുക്കുക. പിന്നെ ഈ ഒരു OHP ഷീറ്റ് വേണം നമുക്ക് വെച്ച് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തു. കൈമലാവാനും ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തൊരു പരിവാകുമ്പോൾ കുട്ടി കുട്ടി ബോളാക്കിയിട്ട് ഉരുട്ടുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് ഇപ്പം ഞാൻ ഇന്ന ഷേപ്പ് തന്നെ വേണമെന്നൊന്നും ഉണ്ടായില്ല എനിക്ക്. ഞാൻ ഫുൾ റാൻഡം ഷേപ്പ്, സ്ക്വയർ, റെക്റ്റാങ്കിൾ, റൗണ്ട്, പല പല ഷേപ്പ്. പിന്നെ എനിക്ക് പേരറിയാത്തൊരു 1-2 ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ഇങ്ങനെ എന്തോരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ടെക്സ്ചറിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാലയാക്കുമ്പോൾ കൊളുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഹോളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാൻഡ് പേപ്പർ വെച്ചു. എന്തെങ്കിലും ഒരു നീഡിൽ, ഇപ്പോൾ ഇത് ക്രോഷ്യ നീഡിൽ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് വെറുതെ ഒരു ടെക്സ്ചർ പോലെ ഉണ്ടാക്കി. എന്നിട്ട് നീഡിൽ വെച്ച് 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് 2 എൻഡിലായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഷേപ്പുകളും ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ എങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇവനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കണം. ഓക്കെ. അപ്പോൾ ഇതിന് 2 ഗോൾഡും കുറച്ച് ബ്രോൺസ് പോലത്തെ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. രണ്ടും കൂടി മിക്സാക്കി ഫുൾ കളറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ്, ഒരു 10-11 പീസുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ കൊളുത്തി ഇടാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഇപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ 50 വർഷം പഴക്കമുള്ള പ്ലെയറുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെറ്റാക്കി എടുക്കാം ഇനി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റിങ് എടുത്തിട്ട് നമ്മൾ വളച്ച് വേറൊരു റിങ് അതിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കയറ്റി പിടിച്ചേക്കുന്നുണ്ടോ, അതിലേക്ക് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ലോക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് മാല ഉണ്ടാക്കി വരുമ്പോൾ ഇടയിൽ ഓരോ റിങ്സും ഇങ്ങനെ വട്ടം വട്ടമായിട്ട് കാണും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ബാക്കി എല്ലാത്തിനും ചെയ്തെടുത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്നാക്കാം. അപ്പോൾ ഒരു പകുതി വരയ്ക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇടയിൽ ആ ജംപ് റിങ്സ് ഇങ്ങനെ ഇടയിൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാക്കി പണി നോക്കാം. ഇതിങ്ങനെ മാത്രം പോരല്ലോ, ഞാത്തി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഗോൾഡ് ചെയിനാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജംപ് റിങ്ങിൽ ഒരു സൈഡിൽ നമ്മുടെ ലോക്കറ്റും ഒരു സൈഡിൽ ചെയിനും കൂടി അറ്റാച്ച് ചെയ്യുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ആയാൽ നമുക്ക് പല ലെങ്ത്തിലായിട്ട് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ചെയിൻ്റെ നടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് കുളത്ത് വെച്ച് കൊടുക്കാം. കുളത്ത് വയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പല ലെങ്ത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. നമുക്ക് ലോങ് നെക്ലെസ് ആക്കി ഇടാം, പിന്നെ ഷോർട്ടാക്കാം, ചോക്കറാക്കാം, ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഇതിപ്പോൾ ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ മുന്നേ ആങ്കർ ത്രെഡ് വെച്ച് ചെയ്ത പോലത്തെ അത്രയും നേരെ ഇരിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടർത്തി കൊടുത്തിട്ട് ഈ ലോക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ സെറ്റായിരുന്നുള്ളൂ. അതേപോലെ അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കും. അപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോൾ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ച ലോക്കറ്റ് ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എൻഡിൽ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മാല ബാക്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഇങ്ങനെ ടാസൽ പോലെ ഞാൻ എടുക്കുന്നതാണ്. നല്ല രസമല്ലേ.
അപ്പോൾ ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് ചെയ്യണ്ടേ. ഫ്രണ്ട് മാത്രം ഭംഗിയായി പോരല്ലോ, ബാക്കും ഭംഗിയാവണേ, ആവണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ പണി. ഇത് കഴിഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് മാല? ഇതിപ്പോൾ ക്ലേ വെച്ച് ചെയ്യാട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് പെൻസിലായതുകൊണ്ട് ഞാൻ അത് വെച്ച് ട്രൈ ആക്കുന്നുള്ളൂ. കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാനത് വെച്ച് ഉണ്ടാക്കി. ഇനി ക്ലേ വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പ്രോജക്ട്സ് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. അതൊക്കെ വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറിയുടെ ഫോട്ടോസ് പിൻട്രസ്റ്റിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഇതൊക്കെ എന്ത് സിമ്പിൾ, ഇതൊക്കെ ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ, അങ്ങനത്തെ ഒക്കെ തോന്നൽ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി എനിക്ക് മാത്രമാണോ അങ്ങനത്തെ തോന്നലെന്ന് നമുക്ക് അറിയണമല്ലോ. ഇത് ഓക്കെ. അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ.